ഹലോ ആർമീസ്, ഇന്നലെ നമ്മൾ 2 ലൈവിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ജെയ്ക്കിലെ ലൈവിന്റെ ട്രാൻസ്ലേഷൻ ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അത് ചെയ്യുന്നില്ലെന്ന് വെച്ചായിരുന്നു. കാരണം ഇന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ട് കുറെ ലൈവ് വന്നു. ഇവര് മാറി മാറിയായിരുന്നു ലൈവ് വന്നുകൊണ്ടിരുന്നത്, ഇൻസ്റ്റഗ്രാമിലും വ്യൂവേഴ്സിലും ഒക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ലൈവിന്റെ ഒരു ട്രാൻസ്ലേഷൻ കേൾക്കാം. കൂടാതെ ജങ്കുക്കിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ജങ്കുക്ക് ഇന്ന് റിവീൽ ചെയ്തായിരുന്നു ലൈവ് വന്നിട്ട്. അപ്പോൾ ഫോളോ ചെയ്യാത്ത ആർമീസ് ഒക്കെ പോയി ഫോളോ ചെയ്യുക. നിങ്ങൾ മിക്കവരും ചിലപ്പോൾ ഫോളോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്ക് എന്തായാലും ഇന്ന് ജങ്കുക്ക് തുടക്കം ഇട്ട വ്യൂവേഴ്സിലെ ആ ഒരു ലൈവിന്റെ മലയാളം ട്രാൻസ്ലേഷൻ കേൾക്കാം. ഇതങ്ങോട്ട് വർക്ക് ആവുന്നില്ലല്ലോ എന്നും പറഞ്ഞാണ് ജങ്കുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് നംജുനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. നംജുനോട് എന്നെ കാണാൻ പറ്റുന്നു ചോദിക്കുമ്പോഴത്തേന് എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നുണ്ട്, ഞാൻ ഇൻവൈറ്റ് ആയെന്ന് പറയുമ്പോൾ ജങ്കു പറയുന്നുണ്ട് ഞാൻ വീനെ ഇൻവൈറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ലെന്ന്. ഇതെന്താണ് ലൈവ് ഞാൻ ഇത്രയും പാടാന്ന് ഞാൻ അറിഞ്ഞില്ല. അത് മാത്രമല്ല വി പറയുന്നുണ്ട് വിക്ക് ഇതിലേക്ക് കയറാൻ പറ്റുന്നില്ലെന്നാ പറയുന്നത്. അത് എന്തുകൊണ്ടാന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവനെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് വീണ്ടും ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇതങ്ങോട്ട് ശരിയാവുന്നില്ല. നംജുൻ പറയുന്നുണ്ട് വി തേണ്ട പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിക്ക് ജോയിൻ ആകാൻ പറ്റുന്നില്ലെന്ന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുവാണെന്ന്. അപ്പോ പതിയെ വി ജോയിൻ ആയി. അപ്പൊ നംജു ചോദിക്കുന്നുണ്ട് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറയുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നംജു പറയുന്നുണ്ട് എനിക്ക് പക്ഷെ കാണാൻ പറ്റുന്നില്ല, എന്റെ ഫോണിന്റെ കുഴപ്പമാണെന്നും പറഞ്ഞ് നംജു ആ ലൈവിൽ നിന്ന് ഡിസപ്പിയർ ആയി പോകുന്നുണ്ട്. അപ്പൊ ജങ്കുക്ക് പറയുക ഇത് എനിക്ക് തന്നെ നംജുവിന്റെ വൈഫൈയുടെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഇവര് മനസ്സിലാക്കുവാണ് 3 പേർക്ക് ലൈവിൽ ചെയ്യാൻ പറ്റത്തില്ല, ഒരുമിച്ച് 3 പേർക്ക് ലൈവ് ജോയിൻ ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അവരങ്ങനെ ആ നഗ്നസത്യം മനസ്സിലാക്കി വിവേഴ്സിൽ ജോയിൻ ആയിട്ട് ലൈവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നുള്ളത് അവരുടെ ഫോണിന്റെ പ്രശ്നമാണെന്നൊക്കെ കരുതിയിട്ടായിരുന്നു അവർ ആദ്യം ഇരുന്നത്. വി വന്നപ്പോഴത്തേന് തന്നെ നംജുൻ ആ ലൈവിൽ നിന്ന് പോയി. അപ്പൊ ഇപ്പൊ നിലവിൽ ലൈവിലുള്ളത് ചെങ്കുക്കും വിയും ആണ്. വി ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ലൈവിൽ വന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ലൈവിലെ കമന്റ്സ് ഒക്കെ കാണുന്നത്, എങ്ങനെയാണ് കമന്റ്സ് ഓൺ ആക്കി വെക്കുന്നത് എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. കാരണം വി ലൈവിൽ വന്നപ്പോഴത്തേന് കമന്റ് ഒന്നും ഇല്ലായിരുന്നു, കാരണം അന്നേരം കമന്റ് ഓഫ് ആയിരുന്നുകൊണ്ടാണ്. പക്ഷെ അതൊക്കെ ഇപ്പം മനസ്സിലായി എന്നാണ് ആള് പറയുന്നത്. ജങ്കുക്ക് അപ്പോഴും നംജുൻ പോയതിന്റെ ഒരു നിരാശയിലാണ്. കാരണം ജങ്കുക്ക് പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യ്, നംജുൻ ബ്രോയും വിയും കൂടെ അങ്ങോട്ട് ലൈവ് ചെയ്തു, ഞാൻ കുളിച്ചൊന്നുമില്ല, ഞാനങ്ങ് ഇത് നിങ്ങളുടെ ലൈവ് കണ്ടിരുന്നോളാന്ന് പറയുമ്പോഴത്തേന് വി പറയുന്നുണ്ട് എനിക്കും കുളിക്കുകയൊക്കെ വേണം, ഞാൻ ഇതുവരെ ഷേവ് പോലും ചെയ്തില്ലെന്ന് പറയുന്നു. ജങ്കുക്ക് സ്റ്റിൽ എല്ലാവർക്കും ഒരുമിച്ച് ലൈവ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു ചിന്തയിലാണ്. ജങ്കുക്ക് പറയുന്നുണ്ട് നംജുൻ ഹൈങ്ങിനാണെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് ലൈവ് ചെയ്യണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് നംജുൻ ഭയങ്കര അനോയിഡ് ആയിട്ടിരിക്കുകയാണ്, നമുക്ക് ആർക്കും ഒരുമിച്ച് ലൈവ് ചെയ്യാൻ പറ്റുന്നില്ല, 3 പേർക്ക് സെപ്പറേറ്റ് ആയിട്ട് ലൈവ് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വി പറയുന്നുണ്ട് ഞാനാണ് ഭയങ്കര ടയേർഡാണ്. അപ്പം നംജുൻ ആണെങ്കിൽ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. വീണ്ടും ഇവർ നമുക്ക് എന്താ ഒരുമിച്ച് 3 പേർക്കും ലൈവ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളൊരു സങ്കടത്തിൽ തന്നെയാണ്. അപ്പോഴേക്കും ജങ്കുക്ക് കുറച്ച് ഐഡിയ ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവര് നമുക്ക് 4 പേർക്കും പറ്റുന്ന രീതിയിൽ ആക്കിക്കൂടാ, ഈ വ്യൂവേഴ്സുകാർക്ക് അങ്ങനെ ആക്കിക്കൂടെ? അപ്പോ നംജുൻ പറയുന്നുണ്ട് അങ്ങനല്ല, 7 പേർക്കും ഒരുമിച്ച് പല സ്ഥലത്ത് നിന്ന് ലൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആക്കണമെന്നൊക്കെ സജഷൻ പറയുന്നുണ്ട്. എന്ത് കഷ്ടമല്ല, 2 പേർക്ക് മാത്രമേ ഇങ്ങനെ വന്ന് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ, എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ആക്കണം. നമുക്ക് അവരോട് സംസാരിക്കണം അതിനെപ്പറ്റി. അത് മാത്രമല്ല പറ്റിയ TSTനെയും അതുപോലെ തന്നെ വേറെ ആൾക്കാരെ ഒക്കെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കണം. കൂടാതെ വേണമെങ്കിൽ SMEന്നോ YGന്നോ ഒക്കെ ജോയിൻ വേണമെങ്കിലും ആകാമെന്നൊക്കെ സജഷൻസ് അങ്ങനെയും ചെയ്തുകൂടെ എന്നൊക്കെ നംജുൻ സജഷൻ പറയുന്നുണ്ട്. ആർമീസ് വേറൊരു കാര്യം പറയേണ്ട എന്തെന്ന് വെച്ചാൽ ഇവരെല്ലാം സെയിം സ്ഥലത്ത് നിന്നാണ്, ഒരു പ്ലേസ് നിന്നിട്ടാണ് ഇവർ ഈ ലൈവ് പല മുറിയിൽ ഇരുന്ന് ചെയ്യുന്നത്. ഇവര് എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നാൽ തീരാനുള്ള പ്രശ്നമേ ഉള്ളൂ. ഇതിൽ സെപ്പറേറ്റ് ആയിട്ടുള്ളത് ജിന്നും ചേഹോപ്പും ആണ്. ബാക്കി എല്ലാവരും ഒരുമിച്ചുണ്ട്. ആ ഒരുമിച്ചിരുന്നോണ്ടാണ് അവർ പല റൂമിൽ ഇരുന്ന് സെപ്പറേറ്റ് ആയിട്ട് ലൈവ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ വ്യൂവേഴ്സിനെ കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഭാവിയിൽ പല സ്ഥലത്തിരുന്ന് എല്ലാവരും ജോയിൻ ചെയ്ത് ലൈവിൽ വരുന്ന ഒരു സജഷൻ നല്ലതാണ്. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ലൈവില് ജിമ്മിനാണെങ്കിൽ ജോയിൻ ആവുന്നുണ്ട്. ഇപ്പൊ നിലവില് ജങ്കുക്കും വിയും നംജുനും ഒരുമിച്ചാണ്. ഇതിലേക്ക് അപ്പുറത്തെ മുറിയിൽ നിന്ന് ജിമ്മിൻ ജോയിൻ ആവുന്നുണ്ട്. അവർ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്, ചിരിച്ചു കളിച്ചൊക്കെയാണ്. ജിമ്മിനാണെങ്കിൽ ബിയർ കുടിക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ ജിമ്മിൻ പറയുന്നുണ്ട് ഇത് ബിയർ അല്ല, ഇത് ഫേക്ക് ബിയർ ആണ്, നാളെ എനിക്ക് വർക്ക് ഉള്ളത് കൊണ്ട് ഞാൻ ഡ്രിങ്ക് ചെയ്യില്ല എന്നും ജിമ്മിൻ പറയുന്നുണ്ട്. ഇത് ജിമ്മിൻ പറയുന്നുണ്ട് ഇതെന്താണ് ഈ വീഡിയോയിൽ എന്നെ കാണാനായിട്ട് ഫ്രോഗിനെ പോലെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേന് ജങ്കുക്ക് അത് ലൈറ്റിങ്ങിന്റെ പ്രശ്നമാണെന്നൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറഞ്ഞ് അതൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ഇതിനിടയിലാണെങ്കിൽ ജേഹോപ്പ് ഇടയ്ക്ക് കമന്റ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. ആർട്ടിസ്റ്റുകൾക്ക് കമന്റ് ഇടാലോ, അപ്പൊ അങ്ങനെ കമന്റ് ഇടുന്നുണ്ട്. അപ്പോ ജേഹോപ്പിനെ കണ്ട നംജുനും വിയും ജങ്കുക്കും കൂടി നൈസായിട്ട് അപ്പുറത്തെ റൂമിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ലൈവില് അവരുടെ ഒപ്പം ജോയിൻ ആയിരുന്ന ജിമ്മിനെ കിക്ക് ചെയ്ത് കളഞ്ഞിട്ട് ജേഹോപ്പിനെ ജോയിൻ ആക്കുന്നുണ്ട് ലൈവിലോട്ട്. ഈ ലൈവില് ജോയിൻ ആകുമ്പോഴത്തേന് ജേഹോപ്പ് എയർപോർട്ടിലായിരുന്നു. അപ്പൊ ജേഹോപ്പിനെ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്നുണ്ട് അവര്. ജേഹോപ്പിനെ ഇവര് സൺഷൈൻ എന്നൊക്കെ പറഞ്ഞ് കുറെ സപ്പോർട്ട് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ജേഹോപ്പ് ലൈവിന്ന് പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോഴത്തേന് വിയും ജിമ്മിനും ഒരുമിച്ചുണ്ടായിരുന്നു ലൈവിൽ. ഈ ലൈവ് ശരിക്കും ഒരു കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇവർ ഒരു സ്ഥലത്തിരുന്ന്
എന്നിട്ട് റൂം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു, ജോയിൻ ആവുന്നു, അങ്ങനെയായിരുന്നു. ഇതിൽ ഞാൻ കുറച്ച് ഉറപ്പായിട്ട് ഉൾപ്പെടുത്താത്ത സംഭവമൊക്കെ കാണുമായിരിക്കും, കാരണം കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഒരുപാട് ലൈവ് ഉണ്ടായിരുന്നു. ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു വീപ്പ് ഇൻസ്റ്റയിൽ ലൈവ് ഉണ്ട്. അപ്പൊ ഇവർ മാറി മാറി ലൈവ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന ലൈവില് ജങ്കുക്ക് പറയുന്നുണ്ട് കുറച്ച് സമയമാണെങ്കിലും ജെഹോപ്പ് ലൈവില് വന്നപ്പോ അത് ഒരു സൺഷൈൻ കിട്ടിയ പോലെ തന്നെയാണ് ഫീൽ ചെയ്തത്. ഇത്രയും ബിസി ഷെഡ്യൂളിലും കുറച്ചു നേരമാണെങ്കിലും ഹോബി നമ്മൾ വിളിച്ചപ്പോ തന്നെ വന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇടയിൽ വിയും ജങ്കുക്കും ആറും ഒക്കെ സ്റ്റോൺ പേപ്പർ സിസ്റ്റർ ഒക്കെ കളിക്കുന്നുണ്ട്. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന ലൈവില് ഇവര് ഭയങ്കര ചിരിച്ചും കളിച്ചൊക്കെ ഇരുന്നു. ലാസ്റ്റ് കുറച്ച് ഭാഗത്തൊക്കെ ഡിലേ ആവുന്നുണ്ടായിരുന്നു. ഇവര് 3-4 പേരൊക്കെ ആയിട്ട് ലൈവ് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവർക്ക് തന്നെ അത് പാടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ട്രാൻസ്ലേഷൻ എടുത്തെടുത്ത് തന്നെ അവർക്കത് കുറെ ഭാഗത്തൊന്നും അവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് എല്ലാം കണക്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ലെന്ന്. ലാസ്റ്റ് ആർമീസിനോട് ബൈ ബൈ ആർമീസ് എന്ന് പറഞ്ഞിട്ട് ഇവർ ആ ലൈവിൽ നിന്ന് പോയി. ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരിക്കും. ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ഈ ലൈവ് കണ്ടതും വെച്ചിട്ട് കുറച്ചാണ് പറയുന്നത്. അതുപോലെ ട്രാൻസ്ലേഷനും എല്ലാവർക്കും എനിക്ക് തോന്നുന്നു മൊത്തം ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ആർമീസ് പറ്റുവാണെങ്കിൽ ബാക്കി ലൈവും കൂടെ ചെയ്യാനായിട്ട് നോക്കാം. ഇതൊരു കൺഫ്യൂഷൻ ആയിട്ടുള്ളൊരു ലൈവ് ആയിരുന്നുകൊണ്ട് ഏത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.